പഠിക്കുന്നത് 7ാം ക്ലാസ്സിലെ 5ാമത്തെ പാഠമായ ദശാംശ രീതികൾ എന്ന പാഠമാണ്. അപ്പം അത് വളരെ എളുപ്പമുള്ള പാഠമാണ്. ശ്രദ്ധിച്ചെന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ദശാംശ രീതികൾ എന്ന് പറഞ്ഞാൽ, ദശാംശം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പോയിന്റ് അല്ലേ, പോയിന്റ് ഇടുന്ന സംഖ്യകളാണ് നമ്മൾ ദശാംശ സംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒന്നാമത്തെ പേജ് നോക്കിയേ, ദശാംശ രൂപങ്ങൾ. ഒരു ചെറിയ കണക്കിൽ തുടങ്ങാം. 43 സെന്റിമീറ്റർ നീളമുള്ള ഒരു ചരട് 10 സമഭാഗങ്ങളാക്കി ഒരു കഷ്ണത്തിന്റെ നീളം എത്രയാണ്? 43 സെന്റിമീറ്റർ നീളമുള്ള ഒരു ചരടിനെ 10 സമഭാഗങ്ങളാക്കുമ്പോൾ ഒരു കഷ്ണത്തിന്റെ നീളം എന്ന് പറയുന്നത് 43 ഡിവൈഡഡ് ബൈ 10 ആണല്ലോ. അപ്പൊ 43 ഡിവൈഡഡ് ബൈ 10 എന്ന് പറയുന്നത് ഭിന്നരൂപം അല്ലെ, ഭിന്നസംഖ്യ രൂപം. അതിനെ ദശാംശ രൂപത്തിലോട്ട് എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? താഴെ ഡിവൈഡഡ് ബൈ 10 ആയതുകൊണ്ട് തന്നെ 10ന് ഒരു 0 അല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് 4.3 എന്ന് എഴുതാം. 43 ഭാഗം 10നെ 4.3 എന്ന് എഴുതാം. ഇനി താഴോട്ട് നോക്കിയേ, ചോദ്യം അല്പം മാറ്റി നോക്കിയാലോ. 439 മീറ്റർ നീളമുള്ള ഒരു ചരട് 100 സമഭാഗങ്ങളാക്കി ഒരു കഷ്ണത്തിന്റെ നീളം എത്രയാണ്? 439 ഭാഗം 100. അപ്പം താഴെ ഡിവൈഡഡ് ബൈ 100 അല്ലേ വന്നേക്കുന്നേ. അപ്പൊ 2 സ്ഥാനം മാറ്റി കുത്തിരണം അല്ലേ. അപ്പം വൺസിന്റെ പ്ലേസിൽ നിന്നാണ്, ഒറ്റയുടെ സ്ഥാനത്ത് നിന്നാണ് നമ്മൾ 2 പ്ലേസ് മാറ്റുന്നത്. അപ്പം ഇവിടെ ഒറ്റയുടെ സ്ഥാനം എന്ന് പറയുന്നത് 9 അല്ലേ. അപ്പം 2 പ്ലേസ് മാറ്റണം അല്ലേ. അപ്പം 4.39 മീറ്റർ എന്ന് വരും. ഇനി താഴെ കുറച്ച് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇനി ഈ ഭിന്നസംഖ്യയുടെ ദശാംശ രൂപങ്ങൾ എഴുതാമല്ലോ. 325 ഭാഗം 10. അപ്പൊ താഴെ 10 വന്നതുകൊണ്ട് എത്ര സ്ഥാനം മാറ്റണം? ഒരു സ്ഥാനം മാറ്റിയാൽ മതി. അപ്പം ഒറ്റയുടെ സ്ഥാനത്ത് നിന്ന് ആദ്യത്തെ സ്ഥാനം മാറ്റുമ്പോൾ 32.5 എന്ന് വരും. അടുത്തതോ 325 ഭാഗം 100ന് എന്നെ എഴുതാം. ഭാഗം 100 ആയതുകൊണ്ട് 2 സ്ഥാനം മാറ്റിയതിന്. അപ്പൊ നമുക്കവിടെ 3.25 എന്ന് എഴുതാം. അടുത്തത് 325 ഭാഗം 1000 വന്നേക്കുന്നത്. 1000ന് 3 പൂജ്യം ഉണ്ട്, അതുകൊണ്ട് നമ്മൾ 1, 2, 3 സ്ഥാനം മാറ്റി കുത്തിരണം. അപ്പൊ നമുക്ക് 3ന് മുന്നിലല്ലേ പോയിന്റ് വരുന്നേ, അതുകൊണ്ട് നമ്മൾ പോയിന്റിന് തൊട്ട് മുന്നിൽ 0.325 എന്ന് എഴുതും. ഇനി അടുത്ത പേജ് നോക്കി. അടുത്ത പേജ് സ്ഥാനവിലയെ കുറിച്ചാണ് പറഞ്ഞേക്കണേ. അപ്പൊ ഈ സ്ഥാനവില നമ്മൾ 6ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പം പോയിന്റ് വരുന്ന സംഖ്യകൾക്ക് ഇപ്പൊ 6.71 ആണെങ്കിൽ പോയിന്റ് കഴിഞ്ഞ് ആദ്യം വരുന്ന സ്ഥാനവില എന്ന് പറയുന്നത് 10-1 അത് കഴിഞ്ഞിട്ട് വരുന്നത് 100-1. നിങ്ങൾക്ക് പുസ്തകത്തിൽ തന്നെ കിടപ്പുണ്ടോ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പൊ അതിന്റെ താഴെ അടുത്ത പേജ് 71 നോക്കിയേ, സ്ഥാനവിലയുടെ താഴെ സ്ഥാനവില ഇപ്പുറത്തെ പേജ് നോക്കി നിങ്ങൾ അതുപോലെ തന്നെ പൂർത്തീകരിച്ചാൽ മതി. ഇനി ഭിന്നങ്ങളുടെ ദശാംശ രൂപം എഴുതാൻ പറഞ്ഞുകൊണ്ടോ. അപ്പൊ 476 ഭാഗം 10. അപ്പം ഇത് ഭിന്നസംഖ്യാ രൂപം തന്നിട്ടുണ്ട്, അതിന് ദശാംശ രൂപം എഴുതണം. ഇപ്പൊ നമ്മൾ എഴുതിയ പോലെ തന്നെ ഭാഗം 10 ആയതുകൊണ്ട് തന്നെ ഒരു സ്ഥാനം മാറ്റി കുത്തിരണം. അപ്പൊ നമ്മൾ എത്ര വരും? 47.6 എന്ന് വരും. അടുത്തതോ 476 ഭാഗം 100 ആയതുകൊണ്ട് 4.76 എന്ന് വരും. അടുത്തത് 476 ബൈ 1000. അപ്പൊ എന്നാ വരും? 0.476. അടുത്ത 476 ബൈ 10,000 വന്നേക്കുന്നത്. 10,000ന് 4 പൂജ്യം ഉണ്ട്, പക്ഷെ നമുക്കിവിടെ 3 സ്ഥാനമേ ഉള്ളൂ. നമ്മൾ അഡീഷണൽ ആയിട്ട് 4ന്റെ മുന്നിൽ ഒരു പൂജ്യം ഇട്ട് കൊടുക്കണം. അപ്പൊ നമുക്ക് എന്നാ ഒരു ആൻസർ? 0.0476 എന്ന് വരും. ഇനി അവിടെ തന്നെ ഇതുപോലെ ചുവടെയുള്ള സംഖ്യകളെല്ലാം ഭിന്നസംഖ്യ എഴുതാമല്ലോ എന്ന് വന്നിട്ടുണ്ടല്ലേ. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, 45.6. 45.6നെ ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതാം. പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനമുണ്ട്? ഒരക്കമല്ലേ ഉള്ളൂ. അപ്പൊ നമ്മൾ 45.6നെ 456 ഭാഗം 10 എന്ന് എഴുതാം അല്ലെ. അടുത്ത് നോക്കിയേ, 45.06. അപ്പൊ എന്നാ വരും? 4506 ഭാഗം 2 സ്ഥാനമുള്ളതുകൊണ്ട് 100 വരും. അടുത്തതോ 45.67 എന്നാ വന്നേക്കണേ. അതിനെങ്ങനെ എഴുതാം? 4567 ഭാഗം 100. അടുത്തതോ 4.506. അതിനെങ്ങനെ എഴുതാം? 4506 ഭാഗം 3 സ്ഥാനമുള്ളതുകൊണ്ട് താഴെ ഏത് വരും? 1000 വരും. അടുത്തതോ 456.07 ആണ്. അതിന് എന്നാന്ന് എഴുതാം? 45,607 ഭാഗം പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനമുള്ളതുകൊണ്ട് 100 എന്ന് വരും. അപ്പൊ അത് ക്ലിയർ ആയല്ലോ. എപ്പോഴും നമ്മൾ ദശാംശം കഴിഞ്ഞിട്ടുള്ള അക്കങ്ങൾ ഒരുമിച്ച് വായിക്കരുത്, ഓരോ സംഖ്യകളായിട്ട് വായിക്കാവുള്ളൂ കേട്ടോ. അപ്പൊ അടുത്ത പേജ് നോക്കിക്കേ, പേജ് നമ്പർ 73. ഇനി നമ്മൾ ദശാംശ സംഖ്യകളെ ഗുണിക്കാനുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, ഒരു സമപഞ്ചഭുജത്തിന്റെ ചിത്രമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഇതിന്റെ ചുറ്റളവ് കണക്കാക്കുക. സമപഞ്ചഭുജം എന്ന് പറഞ്ഞാൽ പഞ്ചഭുജം എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം എത്ര വശമുണ്ട്? 5 വശമുണ്ട് അല്ലേ.
ഇനി പുസ്തകത്തിലെ ചിത്രത്തിൽ നോക്കിയാലും മനസ്സിലാവും എത്ര വശമുണ്ട്. 5 വശമുണ്ട്. അതിലൊരു വശം തന്നിട്ടുണ്ട്. ഒരു വശം എത്രയാണെന്ന് തന്നേക്കുന്നത്? 2.35 മീറ്റർ തന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കാനായി ചെയ്തിട്ടുണ്ട്. എല്ലാ വശവും കൂട്ടിയാൽ പോരെ. അപ്പം ആകെ 5 വശമല്ലോ ഉള്ളത്. അപ്പം നമ്മൾ ഈ 2.35 5 തവണ കൂട്ടിയാൽ മതി. ഇല്ലെങ്കിൽ 2.35 ഗുണിക്കണം 5. 2.35നെ 5 വെച്ച് ഗുണിക്കുമ്പോൾ നമുക്ക് എങ്ങനെ നമ്മൾ ഗുണിക്കുന്ന ദശാംശങ്ങൾ ഗുണിക്കാൻ കുറേ രീതികളുണ്ട്. നിങ്ങൾക്ക് എളുപ്പമുള്ളത് നിങ്ങൾ പഠിച്ചാൽ മതി. ഒരു മെത്തേഡ് പഠിച്ചാൽ മതി. ഇവിടെ 2 രീതിയുണ്ട്. ഒന്നിന് നമുക്ക് ഭിന്നരൂപത്തിൽ നമ്മൾ എഴുതാൻ പഠിച്ചല്ലോ. 2.35 എന്ന് പറയുന്നത് 235 ഭാഗം 2 സ്ഥാനങ്ങളുകൊണ്ട് ഏത് വരും? 100 ഗുണിക്കണം 5. 235നെ 5 വെച്ച് ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1175. ഇനി ഈ ഭാഗം 100 കിടപ്പുണ്ടല്ലോ. ഭാഗം 100 വന്നു. ഇനി നമുക്ക് ദശാംശ രൂപത്തിൽ എഴുതുമ്പോൾ താഴെ 100 ആയതുകൊണ്ട് 2 സ്ഥാനം മാറ്റി കുത്തിടണം. അപ്പം നമുക്ക് എത്ര വരും? 11.75 മീറ്റർ എന്ന് വരും. ഇനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഒരു കുട്ടിക്ക് ഷർട്ട് തയ്ക്കാൻ 1.45 മീറ്റർ തുണി വേണം. 4 ഷർട്ടിന് എത്ര മീറ്റർ തുണി വേണം? ഒരു കുട്ടിക്ക് ഒരു ഷർട്ട് തയ്ക്കാനാണ് 1.45 മീറ്റർ വേണം. അപ്പം 4 ഷർട്ടാകുമ്പോൾ ഏത് വരണം? 1.45 ഗുണിക്കണം 4 വെച്ച് ഗുണിക്കണം. അപ്പം 1.45 നമുക്ക് എന്നാന്ന് എഴുതാം? 145 ഭാഗം 100 എന്ന് എഴുതാം. ഗുണിക്കണം 100 എന്ന് എഴുതി. ഗുണിക്കണം 4 അല്ലേ? അപ്പം 145 4 കൂടെ ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 580 എന്ന് കിട്ടും. ഭാഗം 100 അല്ലേ? അപ്പം എത്ര വരും? 145 ഭാഗം 100 ഗുണം 4. 145 ഗുണിക്കണം 4 വരുമ്പോൾ 580. 580 ഭാഗം 100 എന്ന് വരുമ്പോൾ 5.80 അല്ലേ? അപ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള 0ത്തിന് വിലയില്ലാത്തതുകൊണ്ട് നമുക്ക് 5.8 മീറ്റർ എന്ന് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഒരു സഞ്ചിയിൽ 4.75 കിലോഗ്രാം അരി നിറയ്ക്കാം. ഇത്തരം 8 സഞ്ചികളിൽ ആകെ എത്ര കിലോഗ്രാം അരി നിറയ്ക്കാന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 4.75 എന്നാന്ന് എഴുതി? 475 ഭാഗം 100 ഗുണിക്കണം 8. അപ്പം 475ഉം 8 കൂടെ ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3800 ഭാഗം 100. 3800ന്റെ 2 0, 100ന്റെ 2 0. അതായത് 38 ഗുണിക്കണം 100 അല്ലേ 3800. ആ 100ഉം താഴത്തെ 100 നമുക്ക് വെട്ടിക്കളയാം. അപ്പം നമുക്ക് എത്ര കിട്ടി? 38 കിലോഗ്രാം എന്ന് കിട്ടി. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ. ഒരു പാത്രത്തിലെ വെളിച്ചെണ്ണ 6 കുപ്പികൾ നിറച്ചു. ഒരു കുപ്പിയിൽ 0.75 ലിറ്റർ കൊള്ളും. പാത്രത്തിൽ ആകെ എത്ര ലിറ്റർ എണ്ണ ഉണ്ടായിരുന്നു? ഒരു കുപ്പിയിലെ വെളിച്ചെണ്ണ എന്ന് പറയുന്നത് 0.75 ലിറ്ററാണ്. അപ്പം നമുക്ക് 6 വെച്ച് ഗുണിക്കണം. 0.75ന് നമുക്ക് എന്നാന്ന് എഴുതാം? 0ത്തിന് മുന്നിലായതുകൊണ്ട് വിലയില്ലല്ലോ. അതുകൊണ്ട് 75 ഭാഗം 2 സ്ഥാനം വേണ്ട ഏത് എഴുതി? 100 ഗുണിക്കണം 6 എന്ന് എഴുതി. 75ന് 6 വെച്ച് ഗുണിക്കുമ്പോൾ നമുക്ക് 450 എന്ന് കിട്ടുന്നു. ഭാഗം 100. 450ന്റെ അവസാനത്തെ ഒരു 0, 100ന്റെ 0 കൂടെ നമുക്ക് വെട്ടിക്കളയാലോ. അപ്പം 45 ഭാഗം 10 എന്ന് പറയുന്നത് എത്ര വരും? 4.5 ലിറ്റർ. ഇനി ഈ പറഞ്ഞല്ലാതെ വേറൊരു എളുപ്പ വഴിയും കൂടെ ഉണ്ട്. ഓരോ പ്രാവശ്യം ഗുണിക്കുമ്പോൾ നമുക്ക് ഈ ഭാഗം 100 ഒന്നും എഴുതാതെ തന്നെ ഗുണിക്കാൻ പറ്റും. ഇവിടെ നോക്കിയേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ അകത്ത് 2.35 ഗുണം 5 അല്ലായിരുന്നോ? അപ്പം നമ്മൾ 235ന് 5 വെച്ച് ഗുണിച്ചിട്ട് ആ ക്വസ്റ്റ്യൻ്റെ അകത്ത് എത്ര പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനം ഉണ്ടെന്ന് നോക്കിയേ. 2.35 ഗുണിക്കണം 5. അപ്പം ആകെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനമല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് കിട്ടുന്ന ആൻസറിൽ 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടാലും മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. 1.45 ഗുണം 4 അല്ലായിരുന്നോ? അപ്പം 145ഉം 4 കൂടെ ഗുണിച്ചിട്ട് കിട്ടുന്ന ആൻസറിന് 2 സ്ഥാനം മാറ്റി കുത്തിട്ടാൽ മതി. അപ്പം എല്ലായിടത്തും ക്വസ്റ്റ്യൻ്റെ അകത്ത് പോയിന്റ് കഴിഞ്ഞിട്ട് ദശാംശം കഴിഞ്ഞിട്ട് എത്ര അക്കമുണ്ടോ അപ്പം അതുപോലെ തന്നെ ആൻസറിലും നോക്കി കുത്തിട്ടാലും മതി. അപ്പം അങ്ങനെയാണ് നമുക്ക് എളുപ്പമുണ്ട്. ദശാംശം ഒഴിവാക്കി നിങ്ങൾ ആദ്യം ഗുണിക്കണം. ഗുണിച്ചിട്ട് അതെത്ര സ്ഥാനമുണ്ടോ അത് എണ്ണി നോക്കിയിട്ട് കുത്തിടണം. അടുത്ത പേജ് നമ്പർ 74 നോക്കിയേ. ദശാംശ ഗുണനം. അത് 2 ദശാംശ സംഖ്യകൾ എങ്ങനെ ഗുണിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നോക്കി ഇതുപോലെ തന്നെയാണ്. ഇവിടെ ഒരു ദശാംശ സംഖ്യ ഉണ്ടായിരുന്നുള്ള വ്യത്യാസം ഇപ്പം നമ്മൾ ചെയ്യുന്നതിൻ്റെ അകത്ത് 2 ദശാംശ സ്ഥാനമാണ്. അപ്പം 6.25 മീറ്റർ നീളവും 4.2 മീറ്റർ വീതിയുമുള്ള ചതുരത്തിന്റെ പരപ്പളവ് എത്ര ചതുരശ്ര മീറ്റർ ആണ്? നമുക്കറിയാം ചതുരത്തിന്റെ പരപ്പളവ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നീളം ഗുണം വീതി. നീളം ഇവിടെ എത്ര തന്നിട്ടുണ്ട്? 6.25 മീറ്റർ. വീതി 4.2 മീറ്റർ.
അപ്പം നമുക്ക് 6.25 എന്നാന്ന് എഴുതാം? 625 ഭാഗം 100 എന്ന് എഴുതാം. ഗുണിക്കണം 4.2 മീറ്ററിനെയോ 42. പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനം ഉള്ളതുകൊണ്ട് 42 ഭാഗം 10. 625 42 ഗുണിച്ച് കഴിയുമ്പോൾ നമുക്ക് 26,250 എന്ന് കിട്ടും. ഭാഗം 100 ഗുണം 10 1000 അല്ലേ? അപ്പം നമുക്കതിന് 26,250 3 സ്ഥാനം മാറ്റി കുത്തിടണം. അപ്പം എത്ര വരും? 26.25 എന്ന് വരും. അപ്പം അവസാനത്തെ 0 ഒഴിവാക്കി നമ്മൾ എഴുതിയാലും മതി. ഇനി ഇങ്ങനെ ചെയ്യാൻ അറിയത്തില്ല, നിങ്ങൾ എന്നാ ചെയ്യണം? നീളം ഗുണം വീതിയല്ലേ? 6.25 ഗുണിക്കണം 4.2. അതിന് പകരം 625 42 ഗുണിച്ചിട്ട് 6.25 ദശാംശം കഴിഞ്ഞ് 2 അക്കവും 4.4 കഴിഞ്ഞിട്ട് 1 അക്കമല്ലേ ഉള്ളൂ ദശാംശം കഴിഞ്ഞിട്ട്. ആകെ ക്വസ്റ്റിനകത്ത് 3 അക്കമല്ലേ ഉള്ളൂ. കിട്ടുന്ന ആൻസറിൽ 3 സ്ഥാനം മാറ്റി നമ്മൾ കുത്തിട്ട് നോക്കിയാൽ മതി. ഒറ്റയുടെ സ്ഥാനത്ത് നിന്ന് 3 സ്ഥാനം മാറ്റി കുത്തിട്ടാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ, 1 മില്ലി ലിറ്റർ വെളിച്ചെണ്ണയുടെ ഭാരം 0.1 ഗ്രാമാണ്. 10.5 മില്ലി ലിറ്റർ വെളിച്ചെണ്ണയുടെ ഭാരം എത്ര ഗ്രാമാണ്? ഇവിടെയും നമുക്കറിയാം 1 മില്ലി ലിറ്റർ വെളിച്ചെണ്ണയുടെ ഭാരം സമം 0.91 ഗ്രാം. 10.5 മില്ലി ലിറ്റർ വെളിച്ചെണ്ണയുടെ ഭാരം എന്ന് പറയുന്നത് 10.5 ഗുണം 0.91. ഇവിടെ നമ്മൾ 105 ദശാംശം ഇല്ലാതെ ഒന്നാമത്തെ സ്ഥാനം എടുക്കും. 105 ഗുണിക്കണം 91 ചെയ്തിട്ട് എത്ര സ്ഥാനം ഉണ്ടെന്ന് കുത്തിട്ടാനും മതി. അങ്ങനെ അറിയത്തില്ല എന്നാ ചെയ്യണം? 105 എന്നാന്ന് എഴുതാം? 100 പോയിന്റ് കഴിഞ്ഞിട്ട് 1 അക്കമല്ലേ ഉള്ളൂ. അപ്പം 105 ഭാഗം 10. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 അക്കം ഉണ്ട്, അതുകൊണ്ട് 91 ഭാഗം 100. അപ്പം നമ്മൾ 105 91 ഗുണിക്കുമ്പോൾ നമുക്ക് 9,555 എന്ന് കിട്ടും. ഭാഗം 1000 വരും. 1000 വരുമ്പോൾ എത്ര സ്ഥാനം മാറ്റി കുത്തിടണം? 3 സ്ഥാനം മാറ്റി കുത്തിടണം. അപ്പം നമുക്ക് ആൻസർ എന്നാ കിട്ടി? 9.555 ഗ്രാം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. 1 ലിറ്റർ പെട്രോളിന്റെ വില 110.12 രൂപയാണ്. 2.5 ലിറ്റർ പെട്രോളിന്റെ വില എത്രയാണ്? 1 ലിറ്റർ പെട്രോളിന്റെ വില 110.12 ആണെങ്കിൽ 2.5 ലിറ്റർ പെട്രോളിന്റെ വില എത്രയാണ്? അവ തമ്മിൽ ഗുണിക്കണം. 110.12 എന്നാന്ന് എഴുതാം? 11,012 ഭാഗം എത്ര സ്ഥാനമുണ്ട്? 2 സ്ഥാനമുള്ളതുകൊണ്ട് 100 ഗുണിക്കണം 2.5 25 ഭാഗം 10 എന്ന് എഴുതി. ഇനി മുകളിലത്തെ സംഖ്യകൾ നമ്മൾ ഗുണിച്ച് കഴിയുമ്പോൾ നമുക്ക് 2,75,300 എന്ന് കിട്ടും. താഴെ 1000 കിട്ടും. അപ്പം എത്ര സ്ഥാനം മാറ്റി കുത്തിടണം? 3 സ്ഥാനം മാറ്റി കുത്തിടണം അല്ലേ? അപ്പോൾ നമുക്ക് എന്നാന്ന് കിട്ടും? 3 സ്ഥാനം മാറ്റുമ്പോൾ 2 0. അപ്പോൾ 275.300 സമമാണല്ലോ 275.3 രൂപ എന്ന് എഴുതിയാലും മതി. അപ്പോൾ അത് അങ്ങനെ നമ്മൾ ദശാംശ സ്ഥാനം ഇട്ട് ദശാംശ സ്ഥാനം എണ്ണി നോക്കി നമുക്ക് ഗുണിക്കാം. ഇനി അങ്ങനെ അറിയത്തില്ലെങ്കിൽ നമ്മൾ ഭാഗം ഓരോന്നിനും പോയിന്റ് കഴിഞ്ഞിട്ട് ദശാംശം കഴിഞ്ഞിട്ട് എത്ര അക്കം ഉണ്ടോ, 1 അക്കം ഉണ്ടെങ്കിൽ ഭാഗം 10, 2 അക്കമാണെങ്കിൽ ഭാഗം 100, ദശാംശം കഴിഞ്ഞ് 3 അക്കമാണെങ്കിൽ ഭാഗം 1000, അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ബാക്കി ക്ലാസ്സിൻ്റെ വീഡിയോ അടുത്ത ദിവസം തന്നെ ഇടാം. അപ്പോൾ നിങ്ങൾ ഇത് ശ്രദ്ധിച്ചിരുന്ന് ഇത്രയും എഴുതി പഠിക്കണം. ഓക്കെ, താങ്ക് യു.